സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് കായംകുളത്തടക്കം പൂർണ്ണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പണിമുടക്കിനോടനുബന്ധിച്ച് പലയിടത്തും സംയുക്ത തൊഴിലാളി പ്രകടനം നടന്നു. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് കായംകുളത്തുൾപ്പെടെ പൂർണ്ണമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുത ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, തുല്യജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. കായംകുളത്തടക്കം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പൊതുഗതാഗതം സ്തംഭിച്ചു. KSRTC സർവീസുകൾ നാമമാത്രമായാണ് പലയിടത്തും ഉണ്ടായിരുന്നത്. KSRTC സർവീസുകളും ഉണ്ടായില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമായിരുന്നു നിരത്തിലിറങ്ങിയിരുന്നത്. ചിലയിടങ്ങളിൽ കടയടയ്ക്കുന്നതുമായും ബന്ധപ്പെട്ടും മറ്റും നേരിയ വാക്കുതർക്കം ഉണ്ടായതൊഴിച്ചാൽ സമാധാനപരമായിരുന്നു കായംകുളം ഉൾപ്പെടെയുള്ള മേഖലയിലെ പണിമുടക്കിനോടനുബന്ധിച്ച് പലയിടത്തും സംയുക്ത തൊഴിലാളി പ്രകടനം നടത്തി. കായംകുളം ടൗണിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പണിമുടക്കി. പ്രകടനവും കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണയും നടത്തി. ധർണാ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി, അധ്യാപകരും ജീവനക്കാരും വലിയ മനസ്സോടെ, അതുപോലെ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ, കൃഷിക്കാരും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം നിശ്ചലമാക്കിക്കൊണ്ട് സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. PMSന്റെ പ്രധാനപ്പെട്ട തൊഴിലാളികളടക്കം പണിമുടക്കിൽ ഞങ്ങളുമുണ്ട് എന്ന് BMS പ്രഖ്യാപിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നയത്തിനെതിരെ ഇന്നലെ വരെ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്നതിനായി സമരത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സംഘടിപ്പിച്ച യോഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ രാവിലെ അറിയാൻ കഴിഞ്ഞത് BMSന്റെ തൊഴിലാളികളടക്കം സമരത്തിൻ്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് നാടിന് വേണ്ടി മാത്രമല്ല, അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതുകൊണ്ട് മാത്രമല്ല, പുതുതലമുറയെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ് ലേബർ കോഡ്. ACG അധ്യക്ഷത വഹിച്ചു. G. ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. B. അബിൻ ഷാ, ഷെയ്ഖ് P. ഹാരിസ്, അഡ്വക്കേറ്റ് A. അജികുമാർ, അഡ്വക്കേറ്റ് A. ഷാജഹാൻ, KP. മോഹൻദാസ്, I. ഷിഹാബുദ്ദീൻ, ലിയാഖത്ത് പറമ്പി, അഡ്വക്കേറ്റ് സുനിൽ, ശരത് ചന്ദ്രലാൽ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.